ഗുഡ് മോർണിംഗ് എവരിവൺ. അപ്പോൾ ഇന്ന് ദക്ഷിണ ലേണിങ്സിൻ്റെ ഇന്നത്തെ ന്യൂസ് അനാലിസിസിലോട്ട് സ്വാഗതം. അപ്പം ഇന്ന് സ്പോട്ട്ലൈറ്റ് ഹൈലൈറ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ന്യൂസ് ഹെഡ്ലൈൻസ് ഏതൊക്കെയെന്ന് ആദ്യം നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് വൺ അബൌട്ട് നമ്മുടെ പബ്ലിക് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസാണ്. അപ്പോൾ ഓവർ ന്യൂട്രീഷന് റിലേറ്റഡ് ആസ്പെക്റ്റിലുള്ള ന്യൂസാണ് ആദ്യം ഉള്ളത്, എസ്പെഷ്യലി നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിനെ ബേസ് ചെയ്തിട്ടുള്ളത്. സെക്കൻഡ് വൺ, സിൽവർ ജൂബിലി ഓഫ് സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ്, ഇന്ത്യ EU പാർട്ണർഷിപ്പിനെ കുറിച്ചിട്ടുള്ളതാണ്. IR റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസാണ്. Third one comes from energy and efficiency. India must reduce its power consumption by increasing efficiency. അപ്പോൾ എനർജി സെക്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസാണ്. അപ്പോൾ നമ്മുടെ പവർ കൺസർവേഷൻ ആസ്പെക്റ്റിലുള്ള ന്യൂസാണ്. ഫോർത്ത് വൺ ഈസ് US പുൾ ബാക്ക്, ചൈന ഈസ് പ്രൈം ടു എക്സ്പാൻഡ് ഇസ് സോഫ്റ്റ്വെയർ. അപ്പോൾ ചൈനീസിൻ്റെ സോഫ്റ്റ്വെയർ എക്സ്പാൻഷനെ കുറിച്ചിട്ടുള്ള ന്യൂസാണ്. അപ്പോൾ IR റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസാണ്. വൈ ഹാസ് മൺസൂൺ കം early this year? അപ്പോൾ ക്ലൈമറ്റോളജി ആസ്പെക്റ്റിലുള്ള ന്യൂസാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. സിക്സ്ത് വൺ, കൺസർവേഷൻ ഓഫ് ഡുഗോങ്സ് മസ്റ്റ് റിമെയിൻ എ ടോപ്പ് പ്രയോറിറ്റി ഫോർ ഇന്ത്യ. സ്പീഷീസ് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് ന്യൂസാണ്. സെവൻത് വൺ കംസ് ഫ്രം IMD റിട്ടേൺസ് എബോവ് നോർമൽ റെയിൻഫാൾ ഔട്ട്ലുക്ക് ഫോർ മൺസൂൺ. പിന്നെ മൺസൂൺ ആസ്പെക്റ്റുള്ള ന്യൂസാണ്. അപ്പോൾ ഇത്രയാണ് ഹൈലൈറ്റ് ആയിട്ടുള്ള ന്യൂസുള്ള. നമുക്ക് ഇതിൻ്റെ അനാലിസിസിലോട്ടും കറസ്പോണ്ടിങ് പ്രിലിംസ് മെയിൻസ് പേഴ്സ്പെക്റ്റീവിലുള്ള ബ്രീഫിലോട്ടും പോകും. സോ ഫസ്റ്റ് ന്യൂസ് കംസ് ഫ്രം നമ്മുടെ പബ്ലിക് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസാണ്. ഇത് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിന് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസാണ്. അപ്പോൾ എന്തായി ഓദർ ഇൻഡേഴ്സ് മെയിൻ ബാക്ക്ഗ്രൗണ്ട് പറയുന്നതെന്ന് വെച്ചാൽ, ഇന്ത്യയിലെ അർബൻ ഏരിയയിൽ എസ്പെഷ്യലി ഫ്രം ദ എംപ്ലോയീസ് ഓഫ് ദ അർബൻ എക്കോണമി, IT എംപ്ലോയീസ് ആണെങ്കിലും അങ്ങനത്തെ അർബൻ ഏരിയയിലുള്ള എംപ്ലോയീസിൻ്റെ ഇടയിൽ ഈ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിൻ്റെ നല്ല ഹൈ സ്പ്രെഡ് ഉണ്ടെന്നാണ് അതിനെ ബ്രീഫ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിന് മെയിൻ റീസൺ അദ്ദേഹം പറയുന്നത് സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ, പുവർ ഡൈസ് എസ്പെഷ്യലി ഇൻ അർബൻ എക്കോണമി എന്നാണ് പറയുന്നത്. അതായത് അർബൻ ലൈഫ് സ്റ്റൈലിൽ അവർക്കുള്ള സെഡൻറ്ററി ആയിട്ടുള്ള യാതൊരു മൂവ്മെൻറ്റും ഇല്ലാത്ത രീതിയിൽ ഓഫീസ് വർക്കിൻ്റെ ആ ഒരു ഇഷ്യൂസ്, അതേപോലെ പുവർ ഡയറ്റ്, ലൈഫ് സ്റ്റൈലിനുള്ള മാറ്റങ്ങൾ, ഇതൊക്കെയാണ് മെയിനായിട്ട് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഭയങ്കരമായിട്ട് സ്പ്രെഡ് ചെയ്യാനുള്ള റീസൺ. ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഗവൺമെൻറ് ഇന്ന് കുറേ ആക്ഷൻസ് എടുക്കുന്നുണ്ട്. ആക്ച്വലി അതിനൊരു എക്സാമ്പിൾ പറയുന്നതെന്ന് വെച്ചാൽ ഫുഡ്സ് ആൻഡ് സേഫ്റ്റി അതോറിറ്റിയുടെ ഈറ്റ് റൈറ്റ് മൂവ്മെൻറ്റ് ഒരു ഇമ്പോർട്ടൻ്റ് എക്സാമ്പിളായിട്ട് കാണുന്നുണ്ട്. പക്ഷെ ഇത്ര എടുത്തിട്ട് പോലും ഇത് പുവർലി റെഗുലേറ്റഡ് ആണ്, പ്രോപ്പർ അവയർനെസ് ഇല്ല. അപ്പോൾ ഓദർ ഇന്ന് പറയുന്നത് ഇനി സ്ട്രോങ്ങർ ആക്ഷൻ വേണം, ഒരു പോളിസി ആക്ഷൻ വേണമെന്ന് പറഞ്ഞത്. അതിന് അദ്ദേഹം ഹൈലൈറ്റ് ചെയ്യുന്ന സൗദി അറേബ്യയുടെ കേസ് സ്റ്റഡിയാണ്. സൗദി അറേബ്യയിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, അവിടെ പ്രോപ്പർ ടാക്സേഷൻ റെഗുലേഷൻ ഉണ്ട്. ഈ ഒരു അൺഹെൽത്തി ഫുഡിൻ്റെ മെയിൻ റെഗുലേഷൻ ഉണ്ട്. അപ്പോൾ അത് ഒരു പരിധി വരെ അവിടുത്തെ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി പ്രിവെൻഷൻ ആയിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി റിലേറ്റഡ് ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കീവേഡ് പറയുകയാണെങ്കിൽ, ഫസ്റ്റ് വൺ ഈസ് MAFLD എന്നുള്ളതാണ്. അത് ആക്ച്വലി ഒരു മെഡിക്കൽ ടൈമാണ്, മെറ്റാബോളിക് ഡിസ്ഫങ്ഷൻ ആൻഡ് അസോസിയേറ്റഡ് ഫാറ്റി ലിവർ ഡിസീസ് എന്നുള്ള. അപ്പോൾ ഫാറ്റി ലിവർ ഡിസീസിൻ്റെ മെയിൻ ആയിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. അത് എസ്പെഷ്യലി നമ്മുടെ ആ ഒരു ജങ്ക് ഫുഡ് ഈറ്റിങ്ങും അൺഹെൽത്തി ആയിട്ടുള്ള ഡയറ്റിൽ നിന്നാണ് മെയിനായിട്ട് വരുന്നത്. അതേപോലെ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ്, അപ്പോൾ അത് ഡേറ്റ പറയുന്നത് വെച്ചാൽ 75% ഓഫ് ഗ്ലോബൽ ഡെത്തും കാർഡിയോവാസ്കുലർ ഡിസീസിൻ്റെ മെയിൻ റീസൺ ആക്ച്വലി നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്നാണ്. അത് നമ്മൾ ഈ പ്രിമച്ചുറായിട്ട് ഇപ്പോൾ യങ് ഏജിൽ ഇത് മെയിനായിട്ട് ആ ഒരു ഡെമോഗ്രഫിക് കൊഹോർട്ടിനെ ഒരുപാട് ബാധിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്കീം പറയുകയാണെങ്കിൽ എടുത്ത് പറയേണ്ടത് ഈറ്റ് റൈറ്റ് മൂവ്മെൻറ്റ് തന്നെയാണ്, FSSAIയുടെ. പിന്നെ ഇതേപോലെ ഒബീസിറ്റിയെ കുറിച്ചിട്ടുള്ള ഡേറ്റ ഫൈൻഡിങ്സ് ഉണ്ട്, നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേയുടെ ഫൈൻഡിങ്സ് ഉണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഒബീസിറ്റി ഇത് 44% മെയിൽസും റിമൈനിങ് 41% ആക്ച്വലി ഫീമെയിൽസിനെ അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മെയിൻസ് പെർസ്പെക്റ്റീവിൽ GS പേപ്പർ 2 ഹെൽത്ത് റിലേറ്റഡ് ആസ്പെക്റ്റിലും സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്നുള്ള രീതിയിൽ FSSAIയുടെ ഇമ്പോർട്ടൻ്റ് ഫങ്ഷൻസ് എന്നുള്ള ആസ്പെക്റ്റിൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ഈ ന്യൂസിൽ മെയിനായിട്ട് ബ്രീഫ് ചെയ്തിട്ടുള്ള. നമുക്ക് അടുത്ത ന്യൂസിലോട്ട് പോകാം. അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് ഒരു സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പിനെ കുറിച്ചിട്ടാണ്. മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്ന India EU ആണ്. അതിൽ സ്പെസിഫിക് ആയിട്ട് പറയുന്ന India ജർമ്മനിയാണ്. അപ്പോൾ India ജർമ്മനി ആക്ച്വലി 25 years ഓഫ് ബയലാറ്ററൽ റിലേഷൻഷിപ്പ് പാർട്ണർഷിപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ മെയിനായിട്ട് ഇതിൻ്റെ അത് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത് ഏത് ഏരിയയാണ് കോർപ്പറേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് വൺ ഇസ് പീസ്, പ്രോസ്പെറിറ്റി, പീപ്പിൾ ആൻഡ് പ്ലാനറ്റ് എന്നുള്ളൊരു ബ്രോഡ് തീമിലാണ് ആക്ച്വലി ഇത് ക്യാരി ഔട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ കൗണ്ടർ ടെററിസം പോളിസി ആണെങ്കിലും, പീപ്പിൾ ടു പീപ്പിൾ കോൺടാക്റ്റ് ആണെങ്കിലും, പ്ലാനറ്റിൻ്റെ ഇഷ്യൂസ് ആയിട്ടുള്ള ക്ലൈമറ്റ് ചേഞ്ചിലാണെങ്കിലും നല്ല പാർട്ണർഷിപ്പ് ആക്ച്വലി ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ കറണ്ട് സ്റ്റാറ്റസിൽ ജർമ്മനിയായിട്ട് കൊളാബറേഷനുള്ള മെയിനായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ്, ഓട്ടോമൊബൈൽ സെക്ടർ, അതേപോലെ സ്റ്റുഡൻസിൻ്റെ പാർട്ടിസിപ്പേഷൻ, ഈ ഒരു ഏരിയയിലേക്കാണ് മെയിനായിട്ട് ഇന്ത്യ ജർമ്മനിയുള്ള ബയലാറ്ററൽ റിലേഷൻഷിപ്പ് ബൂസ്റ്റ് ചെയ്യുന്നത്. അതേപോലെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ ഗ്രീൻ ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് പാർട്ണർഷിപ്പ്. ജർമ്മനി കമ്മിറ്റഡ് 10 ബില്യൺ euro ഫോർ ഗ്രീൻ ഇനിഷ്യേറ്റീവ്സ് ഇൻ ഇന്ത്യ. അപ്പോൾ ഇന്ത്യയിൽ ഗ്രീൻ ഇനിഷ്യേറ്റീവ്സ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി അറൗണ്ട് 10 ബില്യൺ euro ആണ് ആക്ച്വലി ജർമ്മനി ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. മെയിൻ ഏരിയാസ് എന്ന് പറഞ്ഞാൽ റിന്യൂവബിൾസ്, ബയോഡൈവേഴ്സിറ്റി ആൻഡ് സ്മാർട്ട് സിറ്റീസ് എന്നുള്ള ആസ്പെക്റ്റിലാണ് മെയിനായിട്ട് ഇത് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഇതാണ് മെയിൻ ന്യൂസ് ബ്രീഫ് ഇതിൻ്റെ അകത്തുള്ള. പിന്നെ കറസ്പോണ്ടിങ് പ്രിൻസ് മെയിൻസ് പെർസ്പെക്റ്റിലോട്ട് പോവുകയാണെങ്കിൽ, ഫസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ
ഇന്ത്യ യൂറോപ്യൻ ടൈം ലൈനിൻ്റെ മെയിൻ ഒരു പ്രോഗ്രഷനാണ് കാണിക്കുന്നത്. ദെൻ കംസ് ഇന്ത്യ EU ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ്, അത് എന്നാ വരുന്നതെന്നുള്ള അത് ആക്ച്വലി ഫൈനലൈസ് ചെയ്യുന്ന 2025 ഈ വർഷം എൻഡിലോട് കൂടിയിട്ടാണ് ആക്ച്വലി ഫൈനലൈസ് ആവുന്നത്. അതേപോലെ ഇമ്പോർട്ടൻറ്റ് കീവേഡാണ് തരംഗ് ശക്തി എക്സസൈസ് എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യ ജർമ്മനി മിലിറ്ററി ഡ്രില്ലാണ്, ഇമ്പോർട്ടൻറ്റ് പോയിന്റാണ്. അപ്പോൾ നമുക്ക് ഇന്ത്യ യൂറോപ്പ് യൂണിയൻ എക്സ്റ്റൻഡ് നൈബർഹുഡിൽ റിലേഷൻഷിപ്പ് ചോദിക്കുമ്പോൾ ഒരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് ആണ് ഏതൊരു മെയിൻസിൽ വരുന്നത്. ഇതാണ് ആക്ച്വലി ഈ ന്യൂസിൽ മെയിൻ ബ്രീഫ് ആയിട്ടുള്ളത്. ഇനി അടുത്ത ന്യൂസിലോട്ട് പോകും. അടുത്ത ന്യൂസ് മെയിനായിട്ട് ഇന്ത്യയുടെ എനർജി കൺസർവേഷൻ ആസ്പെക്റ്റിലാണ് വരുന്നത്. അപ്പോൾ ഇതിനുള്ള ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈഡനിങ് പീക്ക് പവർ ഡെഫിസിറ്റ്. Despite growth in electricity generation, India's peak power deficit rose from 0.69% to 5%, highlighting supply constraint. അതായത് ഈ പവർ ഹൈ ആയിട്ട് കൺസ്യൂം ചെയ്യുന്ന സമയത്ത് നമുക്ക് പവർ ലഭിക്കാതെ വരുമ്പോഴാണ് ഒരു മെയിൻ പവർ ഡെഫിസിറ്റ് ഫേസ് ചെയ്യുന്നത്. ഇപ്പോൾ മുമ്പ് 2020 ഇയറിൽ അത് 0.69% ആയിട്ടുള്ളത് ഇന്നിപ്പോൾ 5% ആയിട്ട് റൈസ് ആയിട്ടുണ്ട്. മെയിനായിട്ട് അത് പറയുന്ന ഇഷ്യൂ എന്ന് വെച്ചാൽ സപ്ലൈ കൺസ്ട്രെയിൻ ആണ്. അതായത് സപ്ലൈ കൊടുക്കുന്ന സ്ഥലത്ത് ഒരുപാട് കൺസ്ട്രെയിൻസ് ഫേസ് ചെയ്യുന്നുണ്ട്. ചിലപ്പം ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ സൈഡിലായിരിക്കാം, അല്ലെങ്കിൽ കൺസ്യൂമറിൻ്റെ സൈഡിലുള്ള ഇഷ്യൂസ് വരാം. അപ്പോൾ ആ ഒരു ഏരിയ ഒന്ന് അഡ്രസ്സ് ചെയ്യണമെന്നാണ് മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത് ബാക്ക്ഗ്രൗണ്ടായിട്ട്. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് സ്കീംസ് ഏതെന്ന് വെച്ചാൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്കീം ഉജാല സ്കീമാണ് കറൻറ്റ്ലി റണ്ണിങ് ആയിട്ടുള്ള ഗവൺമെൻറ്. അത് അതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ ബൈ ഡിസ്ട്രിബ്യൂട്ടിങ് അവർ 37 crore LED ബൾബ്സ് ആൻഡ് ഫെസിലിറ്റേറ്റിംഗ് 407 crore സെയിൽസ് ഇൻ ദീസ് ഗ്രീൻ ലൈറ്റ്സ് ആണ് മെയിനായിട്ടുള്ളത്. അതേപോലെ ഇതിനൊരു എക്സ്പാൻഷൻ പിന്നും കൊണ്ടുവരണമെന്നാണ്. അത് MSME ബൂസ്റ്റ് ചെയ്തിട്ട് ഇതൊക്കെ കൂടെ ഗ്രോത്തിലോട്ട് കൊണ്ടുവരണം, ഈ ഒരു സെക്ടറിനെ കൊണ്ടുവരണമെന്നാണ് ആധാർ മെയിനായിട്ട് ഇതിൻ്റെ അകത്ത് ബ്രീഫ് ഔട്ട് ചെയ്യുന്നത്. പിന്നെ കറസ്പോണ്ടൻ്റ് പ്രിലിംസ് പോയിന്റ് ഓഫ് നോക്കുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീവേഡ് ഉജാല സ്കീം തന്നെയാണ്. അത് ആക്ച്വലി 2015 ലോഞ്ച് ചെയ്യുന്നത്. ഇത് റൺ ചെയ്യുന്നവരാണ് എനർജി എഫിഷ്യൻസി സർവീസസ് ലിമിറ്റഡ് എന്നുള്ളൊരു പബ്ലിക് സെക്ടർ ലിമിറ്റഡ് കമ്പനിയാണ്. ഇത് ഡിസ്ട്രിബ്യൂട്ടഡ് അബൌട്ട് 36+ crore ഓഫ് LED ബൾബ്. ഇനി ഇതേപോലെ ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് ആണ് എനർജി കൺസർവേഷൻ ആക്ട് എന്ന് പറയുന്നത്. 2001 കൊണ്ടുവന്നതാണ്. മെയിനായിട്ട് എനർജി കൺസർവേഷൻ ആണ് അതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് വരുന്നത്. അപ്പോൾ ഇതാരെ എൻഫോഴ്സ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി BE ആണ് മെയിനായിട്ട് എൻഫോഴ്സ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ പെർസ്പെക്റ്റീവ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് എനർജി സൈഡ് ഇൻഫ്രാസ്ട്രക്ചർ സൈഡിലോട്ട് ഇത് കണക്ട് ചെയ്യാൻ പറ്റും. ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ട NMIN നാഷണൽ മിഷൻ ഫോർ എൻഹാൻസ് എനർജി എഫിഷ്യൻസി എന്നുള്ളതാണ്. അതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എനർജി എഫിഷ്യൻസി ഫിനാൻസിങ് പ്ലാറ്റ്ഫോം ഉണ്ട്, ഫ്രെയിംവർക്ക് ഫോർ എനർജി എഫിഷ്യൻറ്റ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഉണ്ട്, മാർക്കറ്റ് ബേസ്ഡ് ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്, പെർഫോം അച്ചീവ് ട്രേഡ് എന്നുള്ള ആസ്പെക്റ്റ് മെയിനായിട്ട്. അടുത്ത ഇമ്പോർട്ടൻ്റ് ഒരു ബയലാട്രൽ ന്യൂസാണ് എക്സ്പാൻഷൻ ഓഫ് സോഫ്റ്റ് പവർ ഓഫ് ചൈനയാണ്. അപ്പോൾ ഇത് മെയിനായിട്ട് ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞതെന്ന് വെച്ചാൽ US പല ഗ്ലോബൽ പ്ലാറ്റ്ഫോമിൽ നിന്ന് വിഡ്രോ ചെയ്തിട്ടുണ്ട്. എക്സാമ്പിൾ ആയിട്ട് WHO പാരീസ് എഗ്രിമെൻറ്റിൽ നിന്നൊക്കെ വിഡ്രോ ചെയ്തിട്ടുണ്ട്. ഈ ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂഷനെ വീക്കൻ ചെയ്യണം എന്നുള്ളൊരു ആസ്പെക്റ്റ്. പക്ഷേ ഇവിടെ ആക്ച്വലി സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പ്ലാറ്റ്ഫോമിൽ ഈ വേക്കം ആക്ച്വലി ഒക്യുപ്പൈ ചെയ്യുന്ന ചൈനയാണ്. ഇത് ആക്ച്വലി ചൈനയുടെ ഗ്രോയിങ് സോഫ്റ്റ് പവറിനെ എൻഹാൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ആക്ച്വലി എന്താണ് ഷിഫ്റ്റിംഗ് ഗ്ലോബൽ പെർസെപ്ഷനാണ് കാണിക്കുന്നത്. ഷോയിങ് എ ഗ്ലോബൽ ഷിഫ്റ്റിംഗ് ഗ്ലോബൽ പ്രസൻസ് ഫോർ ചൈന over US with majorities in multiple countries like China's growing economic influence. അത് ഇങ്ങനത്തെ ഒരു സോഫ്റ്റ് പവർ എക്സ്പാൻഷൻ ആക്ച്വലി ചൈനയ്ക്ക് ബൂസ്റ്റ് ആവുന്നുണ്ട്, അവരുടെ എക്കണോമിക് ഇൻഫ്ലുവൻസിനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആസ്പെക്റ്റിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രിലിംസ് പോയിന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വൺ വന്നിട്ട് WHO ഫണ്ടിങ്ങിനെ കുറിച്ചിട്ട് പറയുന്നതാണ്. സെക്കൻഡ് വൺ വന്നിട്ട് പാരീസ് എഗ്രിമെൻറ്റ് ആൻഡ് UNFCCയെ കുറിച്ചിട്ടാണ്. അതിൽ US-ൻ്റെ ചൈനയുടെ മെയിൻ ആസ്പെക്റ്റ് ആണ് പറയുന്നത്. ദെൻ കംസ് ചൈനസ് ഗ്ലോബൽ ഡെപ്റ്റ് ആൻഡ് സർവീസിനെ കുറിച്ചിട്ടാണ്. അപ്പം മെയിൻ പെർസ്പെക്റ്റീവിൽ നമുക്ക് മെയിനായിട്ട് GS പേപ്പർ 2 ഇൻ്റർനാഷണൽ റിലേഷനിലും ഗവർണൻസിലും നമുക്ക് മെയിനായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ന്യൂസിൽ മെയിൻ ബ്രീഫ് ഔട്ടായിട്ടുള്ള. നമുക്ക് അടുത്തൊരു ക്ലൈമറ്റോളജി റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസാണ്. അത് ഇന്ത്യൻ മൺസൂണിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് പറയുകയാണെങ്കിൽ അപ്പോൾ ഇന്ത്യൻ മൺസൂൺ കേരള കോസ്റ്റിന് ഹിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ നല്ല പോസിറ്റീവായിട്ടുള്ളൊരു മൺസൂൺ സീസണാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഇതിന് ഒരു ബാക്ക് സൈഡ് എന്നോണം അൺസർട്ടനിറ്റീസ് ഉണ്ട്. അതായത് സ്പേഷ്യലും ടെമ്പോറലായിട്ടുള്ള റെയിൻഫോളിന് ഒരു വേരിയേഷൻ ഉണ്ടാകുമെന്നാണ് പ്രെഡിക്റ്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ചാൽ ഇപ്പോഴും അതിൻ്റെ മെയിൻ കോസറ്റീവ് ഫാക്ടറായിട്ടുള്ള എൽനിനോ ഗ്ലോബൽ വാർമിങ്ങിൻ്റെ റോൾ ആക്ച്വലി നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റില്ല. ഈ ഗ്ലോബൽ വാർമിംഗ് എന്നുള്ള ലോങ് ടൈം എഫക്റ്റ് ഉള്ളത് കൊണ്ട് കാരണം ഈ വാർമിംഗ് ഓഫ് ഓഷ്യൻസിൻ്റെ ഡിഫറൻസ്, ഓഷ്യൻ സർഫസ് ടെമ്പറേച്ചർ ഡിഫറൻ്റ് ആണ്. ഇത് മൂലമാണ് ആക്ച്വലി ടെമ്പറേച്ചർ ചേഞ്ച് വരുന്നതും ഈ മൺസൂണിൻ്റെ ഇമ്പാക്റ്റ് വാരി ചെയ്യുന്നത്. അപ്പോൾ അതാണ് മെയിനായിട്ട് ഇത് ഹൈലൈറ്റ് ചെയ്തിരുന്നത്. ലോങ് ടൈം ഷിഫ്റ്റ് ലൈക്ക് ഡിലേഡ് ആൻഡ് വിഡ്രോവൽ സീസൺ മെർജിങ് ആർ ആൾസോ ബീങ് ഒബ്സർവ്ഡ്. അപ്പോൾ മൺസൂണിൻ്റെ ഓൺസെറ്റും അതിൻ്റെ ഡിലേയും ആക്ച്വലി ഇപ്പോൾ ഒബ്സർവേഷൻ്റെ അണ്ടറിലാണ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ട് കീവേഡ് വന്നിട്ട് സൗത്ത് വെസ്റ്റ് മൺസൂണിൻ്റെ ഓൺസെറ്റിനെ കുറിച്ചിട്ടും എൽനിനോ ലാനിനോ എന്നുള്ള
ഇവനെ കുറിച്ചിട്ടാണ്. അപ്പോൾ എൽനിനോ മെയിനായിട്ട് എന്താണ്, മൺസൂൺ വീക്കനാവും, ലെസ് റെയിൻ തരും. ലാനിന എന്ന് പറഞ്ഞാൽ സ്ട്രോങ് മൺസൂണും മോർ റെയിനും തരും. അപ്പം ഇതേപോലെ ഇന്ത്യൻ ഓഷ്യൻ റീജിയനിൽ ഒരു ഡൈപോൾ ഉണ്ട്. അത് ആക്ച്വലി പോസിറ്റീവ് ഡൈപോൾ ആണെങ്കിൽ മോർ റെയിനും, നെഗറ്റീവ് ഡൈപോൾ ആണെങ്കിൽ ലെസ് റെയിനാണ് മെയിനായിട്ട് തരുന്നത്. ഇതേപോലെ ക്ലൈമറ്റ് വർണറബിലിറ്റിയും പ്രഡിക്റ്റബിലിറ്റിയും വാരി ചെയ്യും ഈ ഒരു ഇവൻറ്റ്സ് കാരണം. ഇപ്പോൾ മെയിൻസ് പെർസ്പെക്റ്റീവ് നോക്കാൻ GS പേപ്പർ 1 സാലിയൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ദ വേൾഡ് ഫിസിക്കൽ ജോഗ്രഫിയും ക്ലൈമറ്റ് ചേഞ്ച് ഇമ്പോർട്ടൻറ്റ് കണക്റ്റേഴ്സ് ആണ് ഈ ഒരു ടോപ്പിക്കിന് ബേസ് ചെയ്തിട്ട്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ഒരു സ്പീഷ്യസ് സ്പെസിഫിക് ടോപ്പിക്കാണ്. അത് മെയിനായിട്ട് UPC ഒരുപാട് തവണ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു സ്പീഷ്യസ് ആണ് ഡുഗോങ്സ് ഉള്ളത്. ഇതിന് പ്രത്യേകത എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ ഓൺലി ഹെർബിവോറസ് മറൈൻ മാമൽസ് ഇൻ ഇന്ത്യ. അപ്പം ഇന്ത്യയിലെ മറൈൻ മാമൽസിൽ ഹെർബിവോറസ് ആക്ടിവിറ്റി കാണിക്കുന്ന ഒരേ ഒരു സ്പീഷ്യസ് ആണ് ആക്ച്വലി ഡുഗോ എന്ന് വെച്ചാൽ. ദേ ആർ റീജിയണലി എൻഡേഞ്ചേർഡ് ആൻഡ് ലിസ്റ്റഡ് ആസ് വൾണറബിൾ ഇൻ IUCN റെഡ് ലിസ്റ്റ്. അപ്പോൾ വൾണറബിൾ ആയിട്ടാണ് IUCN റെഡ് ലിസ്റ്റിൽ മെയിനായിട്ട് കാണുന്നത്. മേജർ ത്രെഡ് ഇൻക്ലൂഡ് സീ ഗ്രാസ്, ഹാബിറ്റാറ്റ് ലോസ്, പൊല്യൂഷൻ ആൻഡ് ആക്സിഡൻ്റൽ എൻടാങ്കിൾമെൻറ്റ് ഇൻ ഫിഷിംഗ്. ഇതാണ് അതിൻ്റെ പോപ്പുലേഷൻ മെയിനായിട്ട് റെഡ്യൂസ് ചെയ്യാനുള്ള മെയിൻ റീസൺ. ഇത് മെയിനായിട്ട് ഇന്ത്യയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന ഗൾഫ് ഓഫ് മന്നാർ, പാക് ബേ, ഗൾഫ് ഓഫ് കച്ച്, ആൻഡമാൻ നിക്കോബാർ ഐലാൻഡ്സിലാണ് മെയിനായിട്ട് ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ മെയിനായിട്ട് കാണുന്നത്. അപ്പം കൺസർവേഷൻ മെഷേഴ്സ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഡുഗോങ് കൺസർവേഷൻ റിസർവ് ഇവിടെ പാക് ബേയിലാണ് മെയിനായിട്ടുള്ളത്. അതൊരു കമ്മ്യൂണിറ്റി ലെഡ് സീ ഗ്രാസ് റീസ്റ്റോറേഷൻ പ്രോഗ്രാമാണ്. ഓക്കെ, ഈ ഒരു ഇൻഫോഗ്രാഫിക്സിൽ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ മെയിനായിട്ട് കാണിക്കുന്നുണ്ട്. പാക് ബേയിൽ ആ ലൊക്കേഷനും കാണിക്കുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ആസ്പെക്റ്റിലായിട്ടുള്ള പ്രിലിംസ് പോയിന്റിൽ വരുന്നത്. നേരത്തെ ഡിസ്കസ് ചെയ്ത സാധനം തന്നെയാണ്. ഇനി മെയിൻസ് പെർസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ, എൻവയോൺമെൻറ്റ് ഡീഗ്രഡേഷൻ എന്നുള്ള ആംഗിൾ നമുക്ക് ഈ ഒരു ന്യൂസിനെ കണക്ട് ചെയ്യാൻ പറ്റും. ഇല്ല, നമുക്ക് അടുത്ത ന്യൂസിലോട്ട് പോകാം. അടുത്ത ന്യൂസ് എന്ന് വെച്ചാൽ ക്ലൈമറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള മൺസൂൺ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസാണ്. എസ്പെഷ്യലി ഇത് മെയിനായിട്ട് പറയുന്നത് വെച്ചാൽ IMD റിട്ടേൺസ് എബോവ് നോർമൽ റെയിൻഫോൾ ഔട്ട്ലുക്ക് ഫോർ മൺസൂൺ. അപ്പോൾ മൺസൂണിൽ നമുക്ക് എബോവ് നോർമൽ റെയിൻഫോളാണ് മെയിനായിട്ട് ഔട്ട്ലുക്ക് ചെയ്യുന്നത്. അതായത് ലോങ് പീരിയഡ് ആവറേജിൽ നിന്ന് എബോവ് നോർമലായിട്ടാണ് ആക്ച്വലി നമുക്ക് മൺസൂൺ റെയിൻഫോൾ നമ്മൾ മെയിനായിട്ട് എക്സ്പെക്റ്റ് ചെയ്തിട്ടുള്ളത് ഈ വർഷം. അപ്പോൾ ഇത് ആക്ച്വലി ഒരു പോസിറ്റീവ് ഔട്ട്ലുക്കാണ്. ഇതിൻ്റെ മെയിൻ റീസൺ പറയുന്നതെന്ന് വെച്ചാൽ ആബ്സെൻസ് ഓഫ് എൽനിനോ ആണ് മെയിനായിട്ടുള്ള റീസൺസ് പറയുന്നത്. ഇത് സ്ട്രോങ് മൺസൂണിനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കും. ഓക്കെ, അപ്പോൾ IMD ഫോർകാസ്റ്റ് ഇക്കൊല്ലം പറയുന്നത് 1.6%, നോർമലിനെക്കാട്ടി 6% കൂടുതലാണ് പ്രഡിക്റ്റ് ചെയ്യുന്നത്. ഇത് ഇയർലി ഓൺസെറ്റാണ് ആക്ച്വലി ഇത്തവണ ഉണ്ടായിട്ട്. ജൂൺ 1 May 24 തന്നെ ഇയർലി അറൈവലായിട്ടുണ്ട്. അതുപോലെ എൽനിനോ മൺസൂണിൻ്റെ ഒരു കോറിലേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. എൽനിനോ ആക്ച്വലി വീക്കൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇത്തവണ എൽനിനോയുടെ ഒരു ഇമ്പാക്റ്റ് ഇല്ല എന്നുള്ളതാണ് മെയിനായിട്ടുള്ള ഹൈലൈറ്റ്. അപ്പോൾ അത് വീക്കൻ ആവുന്നത് കൊണ്ട് തന്നെ മൺസൂൺ സ്ട്രോങ് ആയിരിക്കും എന്നാണ് മെയിനായി ഹൈലൈറ്റ് ചെയ്യുന്നത്. നമുക്ക് GS പേപ്പർ 1 ക്ലൈമറ്റ് പാറ്റേണിലും എൻവയോൺമെൻറ്റ് ആസ്പെക്റ്റിലും മെയിനായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ന്യൂസ് ഹൈലൈറ്റ് ആയിട്ടുള്ളത്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്ലൈമറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസും ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ട്. IR റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ന്യൂസും ഉണ്ടായിട്ടുണ്ട്. അതേപോലെ സ്പീഷ്യസ് സ്പെസിഫിക് ആയിട്ട് ഡുഗോങ്ങിൻ്റെ കൺസർവേഷനെ കുറിച്ച് ന്യൂസ് ഉണ്ട്. അപ്പോൾ ഈ ന്യൂസിൻ്റെ അനാലിസിസ് നിങ്ങൾ ഇന്നത്തെ നോട്ട് മേക്കിങ്ങിൽ കീപ്പ് ചെയ്യുക. അതേപോലെ ജസ്റ്റ് ബ്രീഫ് ഔട്ട് ചെയ്ത് സ്പെൻഡ് ചെയ്ത് വായിക്കുക. അപ്പോൾ നെക്സ്റ്റ് ഡേ ഇതേപോലെ അടുത്ത ന്യൂസ് അനാലിസിസ് വീണ്ടും കാണാം. സോ ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.